നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നൊരു പുതിയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. നമ്മൾ ഇതുവരെ പോകാത്തൊരു സംസ്ഥാനത്തേക്ക്, മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായ ഇൻഡോറിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഒരു പുതിയ യാത്ര, ഒരുപാട് കാഴ്ചകൾ, ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരാനാണ് ഈ യാത്ര. ഞാനിപ്പം ഷഹീദ് ഭഗത് സിംഗ് എയർപോർട്ട് ചണ്ഡീഗഡിലാണ്. അപ്പോൾ നമ്മൾ ഈ എയർപോർട്ട് നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇവിടുന്ന് നമ്മൾ ഇൻഡോറിലേക്കാണ് നേരിട്ട് പോകുന്നത്. അതിനുശേഷം മറ്റ് പല സംസ്ഥാനങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണം ഈ പ്ലെയിൻ സ്പോട്ടിങ്ങിന് നല്ലൊരു ഏരിയയാണ്. ആ കിടക്കുന്നതെല്ലാം ഡിഫൻസിൻ്റെ പ്ലെയിനുകളാണ്. ഒരു ചെറു വിമാനം കണ്ടോ? ഈ വിമാനം നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. എയർപോർട്ടിൽ ഇങ്ങനെ പോസ്റ്റായിട്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനൊരു സർവേ കൊണ്ടുവന്ന് അത് പൂരിപ്പിച്ചു കൊടുക്കാൻ, ഫ്ലൈറ്റുകളെ കുറിച്ചുള്ള സർവേ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അരുണാചൽ പ്രദേശ് അവർ കണ്ടക്ട് ചെയ്യുന്ന സർവേ എന്ന് പറയും. ട്രാവലേഴ്സ് പ്രിഫറൻസ് ഓൺ കരിയേഴ്സ് ഇൻ ഇന്ത്യ. ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ നിന്ന് എക്സാം എഴുതേണ്ടി വരും. ടിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അലയൻസിൻ്റെ ഒരു ചെറു വിമാനം കിടക്കുന്നതാണ്. മുഴുവൻ ചെറു വിമാനങ്ങളാണ് ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നത്. ഈ ഫ്ലൈറ്റിലാണ് ഒന്ന് പോകുന്നത്. നമ്മൾ ഈ ഫ്ലൈറ്റിൽ കയറി 27 നമ്പറാണ്. 27A ആണ് പ്രാവശ്യം. ഇതാണ് സംഭവം. ഇൻഡിഗോ 16 കൊല്ലം എന്ന് പറയുന്നത് 17ാമത്തെ കൊല്ലത്തിലാണ് പറയുന്നത്. ഇതിൽ 17 കൊല്ലത്തിലൊരു 10 കൊല്ലത്തിൽ കൂടുതലായിട്ട് ഞാൻ ഈ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നു. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൺ ടൈമാണ്. ഓൺ ടൈം എന്നും നമുക്ക് ബോർഡിങ് നടന്നിട്ടുണ്ട്. ഫ്ലൈറ്റിന് റിവേഴ്സ് ഗിയർ ഉണ്ടോ എന്ന് സംശയം ഉണ്ടായിരുന്നു. റിവേഴ്സ് എടുത്തോണ്ടിരിക്കും. അങ്ങനെ ചണ്ഡീഗഡ് എയർപോർട്ടിൽ നിന്ന് പോയി. ചണ്ഡീഗഡ് ആകാശ കാഴ്ചകൾ. മഴമയങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പം മധ്യപ്രദേശിന് മുകളിലാണ്. ഭയങ്കര നല്ല ടർബുലൻസ് ഉണ്ട്. विजय इंदौर को लगातार 6 साल तक भारत का सबसे स्वच्छ शहर घोषित किया गया है. धन्यवाद. May I have attention please? Indore has been announced as India's cleanest city for the 6th year in a row. Thank you. ക്ലീനസ്റ്റ് സിറ്റി കാണാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. नमस्कार निजी यात्रा. ഇൻഡോർ നഗര കാഴ്ചകളാണ്.
ഭരണക്കാരുടെ സ്റ്റാച്യുകൾ. ഇത് ദേവി അഹല്യാബായി ഹോൾക്കർ രാജ്ഞിയാണ്. ഈ മധ്യപ്രദേശ് സ്ഥാപിച്ച രാജ്ഞിയാണ്. മറാത്ത ഇന്ത്യയിലെ രാജ്ഞിയാണ്. അവരുടെ പേരിലാണ് ഈ ഒരു എയർപോർട്ടും നാമകരണം ചെയ്തിരിക്കുന്നത്. ഒരു പിക്ചർ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ് വരുമ്പോഴും നമുക്കൊരു റോബോട്ട് കാണാം. റോബോട്ട് കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ യൂസ് എന്താണെന്നും അറിയില്ല. ഇവിടെ ഏത് എയർപോർട്ടിൽ ഇറങ്ങിയാലും ഓട്ടോ എന്ന് പറഞ്ഞ ആൾക്കാർ വരുന്നത്, ഓട്ടോ ടാക്സിക്കാർ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഊബർ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് പോകാം. അവിടെ റൂംസൊക്കെ അവൈലബിൾ ആണ്. അവിടുന്ന് നമുക്ക് ബാക്കി കാഴ്ചകൾ ആരംഭിക്കാം. നേരത്തെ പ്ലെയിനിൽ അനൗൺസ്മെൻറ്റ് ഈസ് ക്ലീനസ്റ്റ് സിറ്റി എന്ന് കേട്ടില്ലേ? അതുപോലെ തന്നെ വളരെ നല്ല ക്ലീനായിട്ടുള്ള റോഡുകളും ഒക്കെയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ഇൻഡോർ സിറ്റിയിൽ. ചെറിയ ചെറിയ ഗലികൾ പോലും നല്ലതായിട്ട് ചപ്പുചവറുകളൊന്നും പറക്കിയിടാതെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് റോഡിൽ കാണാൻ കഴിയും. സാധാരണ നോർത്ത് ഇന്ത്യൻ സിറ്റികളൊക്കെ ഫുള്ള് നന്നായിട്ട് വേസ്റ്റുകളൊക്കെ നമുക്ക് റോഡിൽ കാണാൻ കഴിയും. അതൊന്നും കാണുന്നില്ല. വൃത്തിയായിട്ട് ക്ലീനായിട്ട് എടുക്കുക. ഇതാണ് ഇൻഡോർ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനടുത്ത് വരുമ്പം നമുക്ക് കുറഞ്ഞ റേറ്റിൽ റൂമും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. സോ വെൽക്കം ടു ഇൻഡോർ, ക്ലീനസ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ. നമുക്കിനി ഇൻഡോറിലെ കാഴ്ചകൾ കാണാം.